റമദാൻ വിരുന്നിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. നമസ്കാരം, അസ്സലാമു അലൈക്കും. ഞാൻ ഡോക്ടർ ജമാലുദ്ദീൻ അബൂബക്കർ, മെട്രോ മെഡിക്കൽ സെൻറ്റർ. റമദാൻ്റെ അവസാനത്തിലേക്ക് നാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിയായ രീതിയിൽ നോമ്പെടുക്കുകയാണെങ്കിൽ ഒരുപാട് ഹെൽത്ത് ഗുണങ്ങൾ നമുക്കുണ്ട്. അതേസമയം വിശ്വാസികൾ നോമ്പെടുക്കുന്നത് ദൈവപ്രീതി കാംക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷേ അതിന് കുറച്ച് ആരോഗ്യ ഗുണങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് ഇരട്ടി സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ആദ്യം ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ അത് നമ്മുടെ വായിലൂടെ, നമ്മുടെ അന്നനാളത്തിലൂടെ ആമാശയത്തിലെത്തുന്നു. ആമാശയത്തിലൊരു 3-4 മണിക്കൂർ അതിന് ദഹന പ്രക്രിയതയുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മുടെ ചെറുകുടലിൽ പോകുന്നത്. അവിടെയും ദഹനം നടക്കുന്നു, വൻകുടലിലെത്തുന്നു. അങ്ങനെയാണ്, അതാണ് നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുന്നത് ഉണ്ടാകുന്നത്. ഇതിൽ പ്രധാന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ, ഫാറ്റ്, അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ആണ്. ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ ദഹനം നടന്നതിന് ശേഷം അവസാനത്തെ ആ ഒരു ദഹന പ്രക്രിയയിലൂടെ ലഭിക്കുന്നതാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോസാണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് നമുക്ക് ഊർജം നൽകുന്നത്. അപ്പോൾ അത് കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞുള്ള ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ശരീരത്തിൽ ശേഖരിച്ച് വെക്കും. എപ്പോഴെങ്കിലും ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കിട്ടാതെ വരുമ്പോഴുള്ള ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട്. അതിന് ഗ്ലൈക്കോജൻ എന്നാണ് പറയുന്നത്. ലിവറിലുണ്ട്. കൂടുതലുള്ളതാണെങ്കിൽ അത് മസിലിൽ വരും. മസിൽ ഇത് രണ്ടും കഴിഞ്ഞ് പിന്നെ ഉണ്ടെങ്കിൽ അത് ഫാറ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടും. എന്തെങ്കിലും നമുക്കൊരു ഭക്ഷണം കിട്ടാതെ വരും എന്നുള്ള അവസരത്തിൽ ഈ ഗ്ലൈക്കോജനാണ് നമ്മൾ ആദ്യം ഒരു 10 മണിക്കൂറോളം ഏകദേശം നമുക്ക് ഈ ഗ്ലൈക്കോജൻ നമുക്ക് ഷുഗർ തരും. അതിനുശേഷവും ഭക്ഷണം കിട്ടുന്നില്ലെങ്കിലാണ് നമ്മളെ ഫാറ്റ് ബേൺ ചെയ്യുന്നത്. ഫാറ്റ് ബേൺ ചെയ്യുമ്പോൾ കീറ്റോൺ എന്നുള്ളൊരു വസ്തു ഉണ്ടാകുന്നുണ്ട്. അത് ബ്രെയിൻ വേണ്ടിയിട്ടുള്ള ഊർജം നൽകും. ഇതും കഴിഞ്ഞ് കൂടുതൽ ദിവസം നമ്മൾ ഫാസ്റ്റിംഗ് ഭക്ഷണം കിട്ടാതെ വരുമ്പോഴാണ് പ്രോട്ടീൻ പ്രോട്ടീൻ്റെ എനർജി നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ മസിലും ഇതൊക്കെ വേസ്റ്റ് ആവും. അതാണ് ഒരു പട്ടിണി കിടക്കുമ്പോൾ ഉണ്ടാകുന്നത്. പക്ഷേ നമ്മൾ റമദാൻ മാസത്തിലെ നോമ്പ് എന്ന് പറയുന്നത് ഈ ഒരു 10 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 12 മണിക്കൂർ 13 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. ഈ ഭക്ഷണം സാധാരണഗതിയിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സുഹൂർ, അതായത് നമ്മുടെ അത്താഴത്തിന് പ്രീഡോൺ ഭക്ഷണം ഒന്ന് കഴിക്കുന്ന ഭക്ഷണം, അതായത് സൂര്യോദയത്തിന് മുമ്പ് കഴിക്കുന്ന നമ്മുടെ ഭക്ഷണം, അത് കൂടുതൽ പെട്ടെന്ന് ദഹിക്കാത്ത വിധത്തിലുള്ള ഭക്ഷണം കഴിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. അതായത് നമ്മൾ തവിടോടുകൂടി അരി, ഇപ്പോൾ കുബ്സൊക്കെ കഴിക്കുന്ന ആളല്ലെങ്കിൽ ബ്രൗൺ കുബ്സ്, ബ്രൗൺ ബ്രെഡ്, പിന്നെ അതേപോലെ തന്നെ കൂടുതൽ ഫൈബറുള്ള ഭക്ഷണങ്ങൾ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, സലാഡ്, ഇങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ കുറേ സമയം നമുക്ക് ഈ നമ്മുടെ ആമാശയത്തിൽ നിന്നും ഭക്ഷണം അന്നനാളത്തിൽ ചെറുകുടലിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഈ നമുക്ക് പെട്ടെന്ന് വിശപ്പുണ്ടാവില്ല, അതേപോലെ ആസിഡ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഗ്ലൂക്കോസ് കുറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ വെള്ളത്തിൻ്റെ അംശം നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന അവസരത്തിൽ നമ്മൾ പെട്ടെന്ന് ഈ ഊർജ്ജം ലഭിക്കുന്ന വസ്തുക്കളാണ് നമ്മൾ കഴിക്കേണ്ടത്. അതാണ് നമ്മൾ കാരക്ക അല്ലെങ്കിൽ ഡേറ്റ്സ് കൊണ്ട് നമ്മൾ നോമ്പ് തുറക്കുന്നത്. വെള്ളം കുടിക്കണം ധാരാളം. ഈ സമയത്ത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ജലം നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെടുന്ന ഈ കഫീൻ തുടങ്ങിയ ഭക്ഷണങ്ങൾ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇപ്പോൾ അതിൽ ഫിസി ഡ്രിങ്ക്സോ അല്ലെങ്കിൽ കാപ്പിയോ ചായയോ ഒക്കെ കൂടുതൽ ഒഴിവാക്കാതെ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരു ശീലം നമുക്കുണ്ടാവുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യപരമായുള്ള ഒരു നോമ്പ് സാധ്യമാകും. റമദാൻ വിരുന്നിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.